ഹായ് ഫ്രണ്ട്സ്, ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ് 2024 UP വിഭാഗം സ്കൂൾ തലത്തിൽ ചോദിച്ച ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് ഈ ക്വിസിൽ എത്ര മാർക്ക് കിട്ടിയെന്നും ഉപജില്ലാ മത്സരത്തിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവിയാണ് കൃഷ്ണഗാഥ രചിച്ചത്. കവിയുടെ പേരെന്ത്? ചെറുശ്ശേരി. ചരിത്രത്തിലെ കറുത്ത ദിനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളുടെ ഓർമ്മകൾ കഴിഞ്ഞ ആഴ്ച കൂട്ടുകാർ പുതുക്കിയല്ലോ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് സ്ഫോടനത്തെ അതിജീവിച്ചവർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഹിബാകുഷ. കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. 1893 വില്ലുവണ്ടിയിൽ ചരിത്രയാത്ര നടത്തിയ നവോത്ഥാന നായകൻ? അയ്യങ്കാളി. ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി? ശരണബാല്യം. 1-നും 50-നും ഇടയ്ക്കുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ? 47. സാമൂഹ്യ മാധ്യമമായ ട്വിറ്ററിന്റെ പുതിയ പേര്? എക്സ്. ക്യൂണിക്കൾച്ചർ ശാസ്ത്രീയമായി ഏത് ജീവിയെ വളർത്തുന്നതാണ്? മുയൽ. 1888 അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രസിദ്ധമായി തീർന്നു. ആരാണ് ആ പ്രതിഷ്ഠ നടത്തിയത്? ശ്രീനാരായണ ഗുരു. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഗുജറാത്ത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ 2 മെഡൽ നേടി ചരിത്രം കുറിച്ച ഇന്ത്യക്കാരി? മനു ബക്കർ. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. താഴെ തന്നിരിക്കുന്നവയിൽ ഭൂഖണ്ഡം ഏതാണ്? ഇഞ്ചി, മരച്ചീനി, ബീട്രൂട്ട്, ക്യാരറ്റ്. ഉത്തരം ഇഞ്ചി. Pick the word opposite in the meaning of word deep. Wide, far, hard, shallow. ഉത്തരം shallow. ആൻ ഫ്രാങ്ക് ജനിച്ച സ്ഥലം ഇന്ന് ഏത് രാജ്യത്താണ്? ജർമ്മനി, ഹോളണ്ട്, പോളണ്ട്, ബെൽജിയം. ഉത്തരം ജർമ്മനി. മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ. നദിയുടെ പേര് ഞാൻ മറന്നുപോയി. നൈലോ, യൂഫ്രട്ടീസോ, യാങ്സിയോ, യമുന. നദികൾക്ക് എന്നെക്കാളും ഓർമ്മ കാണണമവർ. കഴലിൽ ചിറകുള്ള സഞ്ചാരിപ്രിയർ. ആരുടെ കവിത? വയലാർ രാമവർമ്മ. ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച സൗരദൗത്യം? ആദിത്യ L1. അടുത്തിടെ ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഉയർന്നു വന്ന ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നു. ആ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ഷെയ്ഖ് ഹസീന. ഇന്ത്യൻ എ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട വയനാടുകാരി? മിന്നു മണി. ഇനി നമുക്ക് ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻസ് നോക്കാം. ലോക്സഭയിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന എത്ര അംഗങ്ങളുണ്ട്? 543. ഭൂമി കഴിഞ്ഞാൽ മനുഷ്യൻ കാലുകുത്തിയ ഏക ഗോളം ചന്ദ്രനാണ്. ഏത് വർഷമായിരുന്നു ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്? 1969 ജൂലൈ 21. ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ് ടോൾസ്റ്റോയ്. രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നതാര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ആദ്യ കേരള മന്ത്രിസഭ നിലവിൽ വന്ന തീയതി? 1957 ഏപ്രിൽ 5. കേരള സർക്കാർ നിയമസഭാ നടപടികൾ പ്രക്ഷേപണം ചെയ്യാൻ ആരംഭിച്ച ചാനലിൻ്റെ പേര്? സഭ TV.